സദേൺ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ കൊണ്ടുള്ള ഒരു ഡിഷാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണക്ക ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു വറവ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഉണക്ക ചെമ്മീൻ ഫ്രൈ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു ഗ്രേവി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉണക്ക ചെമ്മീൻ കാച്ചിയത്. ഉണക്ക ചെമ്മീൻ കാച്ചിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു പിടി ഉണക്ക ചെമ്മീൻ, ഒരു നല്ല പുളിയുള്ള മാങ്ങയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഏകദേശം ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കി വെക്കുക. അതേപോലെ തന്നെ ഒരു വലിയ മുരിങ്ങക്കായുടെ പകുതി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഏകദേശം 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, അതേപോലെ തന്നെ താളിക്കാൻ 1/4 ടീസ്പൂൺ കടുക്, കറിവേപ്പില, അതേപോലെ തന്നെ വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ആദ്യം നമ്മൾ ഈ ഉണക്ക ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഉണക്ക ചെമ്മീൻ ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാനിതിന് മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ തലയും വാലും അങ്ങ് റിമൂവ് ചെയ്യുക. നമുക്കതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് വേണ്ടത്. ഇതുപോലെ എല്ലാ ഉണക്ക ചെമ്മീനും ഇതുപോലെ തലയും വാലും കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ഞാനിവിടെ ഇതുപോലെ ചെമ്മീനിൻ്റെ എല്ലാ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. ആ സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഇവിടെ ഒരു 2 മുതൽ 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്. പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 3/4 ടീസ്പൂൺ മുതൽ ഒരു 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടി നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഏകദേശം 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എപ്പോഴും തേങ്ങ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക, അപ്പോഴേക്കും നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടും. സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നല്ല ചൂട് കട്ടിയുള്ള ഒരു കടായി അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഉണക്ക ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ കുത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ഈ കഷ്ണങ്ങളെല്ലാം മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇപ്പോൾ നമ്മളുടെ ചെമ്മീനും മുരിങ്ങക്കായും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കഷ്ണങ്ങൾക്കൊന്നും അധികം വേവില്ല, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഒരുപാട് നേരം അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. സോ ഇപ്പോൾ നോക്കൂ, വെള്ളമൊക്കെ ഏകദേശം ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ അരപ്പെല്ലാം ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണമോ അത്രയും
വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനേക്കാളും കുറച്ച് അധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇനിയും ഇത് കുറച്ച് നേരം കൂടെ വേവിക്കണം. ആ സമയത്ത് ഇതൊക്കെ ഒന്ന് കുറുകിയിട്ട് കറക്റ്റായിട്ടുള്ള ഒരു പാകം വരും. അതുകൊണ്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനേക്കാളും കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ നല്ല കട്ടിയിലാണുള്ളത്. നമ്മൾ ഒഴിച്ച് കറിയാണല്ലോ, അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കുക. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ളതിനേക്കാളും ഞാൻ കുറച്ചും കൂടെ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. സോ ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഈ സമയത്ത് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നമ്മളുടെ ഉണക്കച്ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം, ഇതിൽ ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഒരുപാട് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനേക്കാളും കുറച്ചും കൂടെ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നമ്മളുടെ ഉണക്ക ചെമ്മീൻ കാച്ചിയതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മളുടെ ഉണക്ക ചെമ്മീൻ കാച്ചിയത്, അതായത് മാങ്ങ ഇട്ട് വെച്ച ഉണക്ക ചെമ്മീൻ കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഹാപ്പി കുക്കിംഗ്.